പഠിക്കാവേ. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ പാട്ട് പാടി പ്രാർത്ഥിക്കും യേശുവിന്. ഓക്കെ, നമുക്ക് സംസാരിച്ച് മാത്രമല്ല യേശുവിന് പാട്ട് പാടി താങ്ക്സ് പറയാം. ഓക്കെ, എല്ലാവരും കണ്ണടിച്ചേ. Thank you Jesus, thank you Jesus, help me Jesus, help me Jesus. Amen. നമ്മൾ താങ്ക്സ് പറഞ്ഞില്ലേ യേശുവിന്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യേശുവിനോട് ഒത്തിരി സ്നേഹം തോന്നുമ്പോ, കുഞ്ഞിനെ അമ്മയോട് ഒത്തിരി സ്നേഹം തോന്നുമ്പോ എന്ത് ചെയ്യും? അമ്മേനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അതുപോലെ യേശുവിനോട് സ്നേഹം തോന്നുമ്പോൾ എന്ത് പറയും? യേശുപ്പിച്ച I love you എന്ന് പറയണം. ഓക്കെ, നമ്മുടെ ഹാർട്ട് നമ്മൾ എന്തെങ്കിലും യേശുവിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഫ്രം യുവർ ഹാർട്ട്. ഓക്കെ, വിനോദ് ചെയ്യുവാണെങ്കിൽ, ഇലേജ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞിട്ട് പറയണ്ട മക്കള്. ഓക്കെ, നിങ്ങൾ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണം. അപ്പൊ എന്ത് പറയണം? യേശുപ്പിച്ച ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയണം? I love you. യേശുപ്പിച്ച I love you. നമുക്ക് വാക്യം പഠിച്ചാലോ? ഇന്നത്തെ വാക്യം Psalms 136 verse 1. Oh, give thanks to the Lord, for He is good, for His mercy endures forever. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറയാവോ? എന്തിനൊക്കെ സ്തോത്രം ചെയ്യണം? അത് പറഞ്ഞേ. എന്തിനൊക്കെ സ്തോത്രം ചെയ്യണം? അപ്പനെ തന്നതിന്, വീട് തന്നതിന്, ചെടി തന്നതിന്, ടോയ്സ് തന്നതിന്, കാർ തന്നതിന്, ഫുഡ് തന്നതിന്. എന്ന് കഴിക്കുന്നില്ലേ ഫുഡ്? അതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മള് യേശുവിന് താങ്ക്സ് പറയണം. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ വാക്യം പറയുന്നേ? ഓ, give thanks to the Lord, for He is good, for His mercy endures forever. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചു ബൈബിളിൽ എത്ര ബുക്സ് ഉണ്ട്? 66. അപ്പൊ ഈ ഫുൾ ബൈബിളിൽ 66 ബുക്സ് ഉണ്ട്. ഓക്കെ, ഇതിന് 2 പാർട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ വിളിക്കുന്നതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ നിയമം. ഈ സെക്കൻഡ് പാർട്ടിനെ വിളിക്കുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമം. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഏതാ? ഓൾഡ് ടെസ്റ്റ്മെന്റ്. സെക്കൻഡ് പാർട്ട് ഏതാ? ന്യൂ ടെസ്റ്റ്മെന്റ്. ബൈബിളിൽ എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. എല്ലാവരും പഠിച്ചിട്ട് ഓർത്തിരിക്കണേ. അപ്പോ ബൈ ബൈ.